പക്വത, മെച്യൂരിറ്റി. ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണല്ലേ. പ്രായത്തിനനുസരിച്ച് എല്ലാവരിലും ഒരു മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിക്കുള്ള ഒരു മെച്യൂരിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. വലിയവരാണെന്നുണ്ടെങ്കിൽ അത് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ. പക്ഷേ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മളെല്ലാവരും അല്ല ചിലരെങ്കിലും, എന്തോന്നട ഇത്രയും പ്രായമായല്ലോ, ഒരു പക്വതയില്ല, എന്ത് സംസാരമാണത്, എന്തേ ചെയ്തു കൂട്ടുന്നത്, ഇത്തിരി പക്വതയൊക്കെ ആയിക്കൂടെ എന്നൊക്കെ പലരും കേട്ടിട്ടുള്ള ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എനിവേ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പക്വതയുടെ ലക്ഷണങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് പക്വതയുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് വിലയിരുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിവേ, വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, മെച്യൂരിറ്റി ഉള്ളവര് പരാതിക്കാരായിരിക്കില്ല എന്നാണ് പറയുന്നത്. ചില വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എപ്പോഴും ഈ പരാതിപ്പെട്ടി തുറന്നു വെച്ച പോലെയാണ്. ബാക്കിയുള്ളവരെപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, സമൂഹത്തിനെ കുറ്റപ്പെടുത്തുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കുറ്റപ്പെടുത്തുക. നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നീ അത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ സൊസൈറ്റി എന്താ ഇങ്ങനെ, അതങ്ങനെ ആയതുകൊണ്ടല്ല നമുക്കൊക്കെ ഇങ്ങനെ ആവുന്നതെന്ന് പറഞ്ഞിട്ട് അതും പോട്ടെ. ചിലർ അച്ഛനെയും അമ്മേനെയും വരെ കുറ്റം പറയുന്നവരുണ്ട്. തനിക്ക് ഒരു എഡ്യൂക്കേഷൻ ലെവലില്ല, അല്ലെങ്കിൽ ഒരു സ്കില്ലില്ല, ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, അമ്മ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചില്ല, അച്ഛന് പണ്ട് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ക്യാഷ് ഇല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യത്തിനും ബാക്കിയുള്ളവരെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെച്യൂരിറ്റി കുറവാണ്. പരാതി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് എന്ത് എപ്പോൾ എങ്ങനെയെന്നുള്ളൊരു ധാരണ അവർക്കുള്ളത് കൊണ്ടാണ് അവർ പരാതിപ്പെടാത്തത്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ളവരായിരിക്കും. വേറൊരു തിങ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി ഉള്ളവർ ഒരിക്കലും വേറൊരാളെ ഹെൽപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരദൂഷണം പറയുന്നവരായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ചില വ്യക്തികളുണ്ടായിരിക്കും, രണ്ടുപേര് കൂടി ചെയ്യേണ്ട വിഷയമൊക്കെ ആയിരിക്കും, അപ്പോൾ ഒരു ബാക്കിയുള്ളവർ വരട്ടേന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അവൾ ചെയ്യേണ്ട കൂടി കാര്യമാണല്ലോ, അപ്പോൾ അവൾ ചെയ്യട്ടെ, അവള് വരട്ടെ, അവള് ചെയ്തിട്ട് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ അവനത് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് എൻ്റെ പണി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വെറുതെ ബ്ലെയിം ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മെച്യൂരിറ്റി കുറവിൻ്റെ ലക്ഷണം തന്നെയാണ്. മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണി ഞാൻ ചെയ്തിട്ട് മിണ്ടാണ്ടിരുന്നോളാം എന്നുള്ളൊരു ലെവലിൽ ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യാണ്ട്, ബാക്കിയുള്ളവരെ ഹെൽപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്ട് സ്വന്തം പണി വേഗം തീർത്ത് വെച്ചോളൂ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, മെച്യൂരിറ്റി ഉള്ളവർക്ക് അംഗീകരിക്കാൻ നല്ലോണം അറിയും. അവർ പ്രായഭേദമന്യേ എല്ലാവരെയും അംഗീകരിക്കുന്നവരായിരിക്കും. സ്കില്ലോ ചിലവരുണ്ട്, കുട്ടികളല്ലേ പോട്ടെ, കുട്ടികളൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ മെച്യൂരിറ്റി ഉള്ളവർ അങ്ങനെയല്ല. അവർ പ്രായം അവർക്ക് വിഷയമില്ല. കുട്ടികളായാലും ഏജ്ഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഏത് സ്കില്ലറിയുന്ന വലിയ വലിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഒരുപോലെ ഈക്വലായിട്ട് അംഗീകരിക്കാൻ അവർക്ക് അറിയും. അതുപോലെ തന്നെ വിമർശനങ്ങളെയും അംഗീകരിക്കും. അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അംഗീകരിക്കും. ശരിയോ തെറ്റോ എന്ത് കാര്യങ്ങളെയും അവർ അംഗീകരിക്കാൻ അറിയുന്നവരായിരിക്കും. ഇപ്പോൾ ചിലവരുണ്ട്, തെറ്റ് ചെയ്താൽ അവർക്ക് അത് സ്വയം അംഗീകരിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഞാനത് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും അവരിയ്ക്കുക. അവർ ചെയ്ത എല്ലാം ശരിയാണെന്നുള്ളൊരു ധാരണയായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വിമർശനപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്, എടാ നീ അത് ചെയ്തത് ശരിയായില്ല. അപ്പോൾ അവർക്കൊരു ഫീൽ ചെയ്ത്, എന്താ അത്, എന്നെന്താ അവർ അപ്രിഷ്യേറ്റ് ചെയ്യാത്ത, എന്നെ കുറ്റപ്പെടുത്തുന്നു, അത് ശരിയല്ലല്ലോ, ഞാനത് ചെയ്തത് ശരിയൊക്കെ തന്നെയാണ്, എന്തോ ഞാൻ പിടിച്ച കൊമ്പിന് ഞാൻ പിടിച്ച മുയലിന് എന്തോ 2 കൊമ്പ് 4 കൊമ്പ് കൊണ്ടുള്ള ഒരു പഴഞ്ചൊല്ലില്ല, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. അപ്പോൾ മെച്യൂരിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ തിരുത്താനുള്ളൊരു ലെവലിലേക്ക്, ഞാൻ തെറ്റ് ചെയ്തു, ശരിയാണ്, എൻ്റെ മിസ്റ്റേക്ക് ആണെന്നുള്ളൊരു ബോധം അവർക്കുണ്ടായിരിക്കും. ആരെങ്കിലും അവർ തിരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ, തെറ്റ് ചെയ്ത് തിരുത്താനായിട്ട് നോക്കാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. എന്തിനേയും അംഗീകരിക്കാൻ, അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അംഗീകരിക്കാൻ അവർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ മെച്യൂരിറ്റി ഉള്ളവർ എപ്പോഴും എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ മടിയുള്ളവർക്ക് മെച്യൂരിറ്റി കുറവാണെന്ന് തന്നെ പറയാം. കാരണം അവർക്കൊരു ഭയം ഉണ്ടായിരിക്കും, ഞാനത് ഏറ്റെടുത്താൽ നടക്കുമോ ഇല്ലയോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ, മുഴുവനാക്കാൻ പറ്റുമോ, നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാന്നുണ്ടെങ്കിൽ മടി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഏറ്റെടുക്കില്ല. നേരെ മറിച്ച് മെച്യൂരിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അവർ ഏറ്റെടുക്കും. അവർക്കൊരു തൻ്റെ ഉണ്ടായിരിക്കും, ഒക്കെ ശരി, എൻ്റെ മാക്സിമത്തിൽ ഞാനത് ഫിനിഷ് ചെയ്യും, എൻ്റെ മാക്സിമത്തിൽ ഞാനത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻറ്റിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ. അതുപോലെ സംസാര വിഷയത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ,
പക്വതയുള്ളവർ എപ്പോഴും പൊതുവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ തന്നെ അറിയുന്നുണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സൊസൈറ്റി എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കും. ഫാമിലി എന്താണ്, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കും. കരിയറിനെ കുറിച്ച് സംസാരിക്കുന്നവരായിരിക്കും. അതൊക്കെയാണ് മെച്യൂരിറ്റി ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ മെച്യൂരിറ്റി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴികെ വ്യക്തിനിഷ്ഠമായിട്ടായിരിക്കും അവർ സംസാരിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ചോ ഇങ്ങനെ അവരുടെ കുറ്റങ്ങളും കുറവുകളും, അവനത് ചെയ്തത് ശരിയായില്ല, അവൻ ഇങ്ങനെയാണ്, അത് ചെയ്തത് ശരിയായില്ല, ഇവൻ്റെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇതാണ്, എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യക്തിനിഷ്ഠമായിട്ടുള്ള സംസാരങ്ങളായിരിക്കും എപ്പോഴും. ചുരുക്കി പറഞ്ഞ ഒരു പരദൂഷണത്തിൻ്റെ ടോണൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഈ വ്യക്തിനിഷ്ഠമായിട്ട് സംസാരിക്കുന്നവർക്കൊന്നും മെച്യൂരിറ്റി ഇല്ലെന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ജനറലായിട്ട് എപ്പോഴും അത്യാവശ്യം ലൈഫിന് അത്യാവശ്യം നോളജൊക്കെ കയറുന്ന ലെവലിൽ സംസാരിക്കുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ. അതുപോലെ സെൽഫ് എസ്റ്റീം നന്നായിട്ടുള്ളവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ചില വ്യക്തികളുണ്ട് എപ്പോഴും സാഡ് അടിച്ചിരിക്കും. എന്താ, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല, എൻ്റെ ഡ്രസ്സിങ് ശരിയല്ല, എനിക്ക് സ്കില്ലില്ല, എഡ്യൂക്കേഷനില്ല, ഞാനതാ, എൻ്റെ ലുക്കില്ല, അങ്ങനെ ഇങ്ങനെ വേണം എപ്പോഴും സാഡ് ആയിട്ടിരിക്കും. അവർക്ക് സ്വയം ഒരു ബഹുമാനം ഉണ്ടായിരിക്കില്ല. പക്ഷേ മെച്യൂരിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ബോധം ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ വന്നത് ഇന്ന സിറ്റുവേഷനിൽ നിന്നാണ്, എനിക്ക് ഇന്ന സ്കില്ലുകളുണ്ട്, അതില്ലെങ്കിലും എനിക്ക് ഇതുണ്ട്, എൻ്റെ ഫാമിലി ഓക്കെയാണ്, എൻ്റെ എഡ്യൂക്കേഷൻ ഓക്കെയാണ്, എൻ്റെ സ്കില്ല് ഓക്കെയാണ്, ഞാൻ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്, ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെയുള്ള ഒരു ബോധം അവർക്കുണ്ടായിരിക്കും. അവരെപ്പോഴും സ്വന്തം ബഹുമാനിക്കും. അവരുടെ സ്വത്വത്തെക്കുറിച്ച് അവർക്ക് നല്ലോണം ബോധം ഉണ്ടായിരിക്കും. സ്വയം ഒരു ബഹുമാനം അവർക്ക് ഫീൽ ചെയ്യും. ഞാൻ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം അവർക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്വയം ബഹുമാനിക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരെ ഒന്നും വിലയിരുത്താണ്ട് നമുക്ക് അവരെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് താനെ വന്നോളും. അപ്പോൾ സെൽഫ് എസ്റ്റീം എപ്പോഴും കീപ്പ് ചെയ്യുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ. അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടുള്ള, വളരെ എളിമയോട് കൂടിയിട്ടുള്ള, മാന്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ഉള്ളത് എന്താണോ അത് മാന്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ജീവിക്കാൻ അറിയും. അഹങ്കാരം അവർക്ക് ഒട്ടും തന്നെ ഇല്ലെന്ന് വേണം പറയാനായിട്ട്. ചിലരുണ്ടായിരിക്കും, എനിക്ക് അതല്ലേ ഉള്ളൂ, ശരി, എനിക്ക് ഇന്ന ഷർട്ടേ ഉള്ളൂ, ഇന്ന ഡ്രസ്സേ ഉള്ളൂ, ഇങ്ങനെ അങ്ങ് വെക്കോളാം എന്നും പറഞ്ഞിട്ട് പോണ ഒരു ആറ്റിറ്റ്യൂഡല്ല കേട്ടോ ഈ എളിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഉള്ളത് എന്താണോ, എനിക്കിതാണുള്ളത്, ഓക്കെ ശരി, അതിന് വൃത്തിയോട് കൂടിയിട്ട് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ, പരിപാലിക്കാൻ അറിയുന്നവരായിരിക്കും. വളരെ മാന്യമായിട്ടുള്ള ഒരു ജീവിതശൈലിയായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ. ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ഇനി എത്രയൊക്കെ പൊളൈറ്റ് ആയിട്ടുള്ളവരാണ് മെച്യൂരിറ്റി ഉള്ളവർ എന്ന് പറഞ്ഞാലും അവർക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും എപ്പോഴും, അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും എപ്പോഴും. മെച്യൂരിറ്റി ഉള്ളവർക്ക് ഈ കാഴ്ചപ്പാടില്ല, അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഒരു സ്റ്റാൻഡ് വിട്ട് അവരൊരിക്കലും കളിക്കില്ല. എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ കാഴ്ചപ്പാട് എന്താണോ അതിൽ അവർ ഉറച്ചു നിൽക്കും. ഒരിക്കലും ഒരാൾക്ക് അത് മാറാനൊന്നും പോകില്ല. ഇപ്പോൾ ചില വ്യക്തികളുണ്ടായിരിക്കും, ഒരാൾ നമ്മളടുത്ത് വന്നിട്ട് ഒരു കാര്യം പറയും, എടാ അത് ചെയ്തത് ശരിയായില്ല അല്ലേ, തെറ്റാണത്. അപ്പോൾ നമ്മൾ പറയും, ആടാ തെറ്റാണത്, അത് മോശമായി എന്ന് പറയും. നേരെ മറിച്ച് ഇപ്പുറത്ത് വേറൊരു വ്യക്തി എന്ന് പറയുകയാണ്, അത് കൊള്ളാലേ, ഒരേ കാര്യത്തെക്കുറിച്ച് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ രണ്ട് വ്യക്തികളെന്ന് പറയുകയായിരിക്കും. അത് കൊള്ളാലേ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കും. ശരിയല്ല, അത് കൊള്ളാം, ശരിയാണ്, സെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് അംഗീകരിക്കും. അങ്ങനെ ഒരാൾ ബാക്കിയുള്ളവർ പറയുന്നതിനനുസരിച്ച് നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നതിൽ അതിലൊരു സ്റ്റാൻഡ് ഇല്ലല്ലോ, അതിലൊരു ഉറച്ച തീരുമാനം നമുക്കില്ലല്ലോ. നമ്മൾ എന്തിനനുസരിച്ചും ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടേ ഇരിക്കും അല്ലേ. അങ്ങനെയുള്ളവരൊന്നും മെച്യൂരിറ്റി ഉള്ളവരല്ല എന്നാണ് പറയുന്നത്. അത്യാവശ്യം എല്ലാ കാര്യത്തിലും തൻ്റേതായിട്ടുള്ള ഒരു ഡിസിഷൻ, തൻ്റേതായിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം, തൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ളവരാണ് എപ്പോഴും മെച്യൂരിറ്റി ഉള്ളവർ. അതുപോലെ തന്നെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ. ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ളവർ എന്ന് പറയുന്നത് എപ്പോഴും അവർക്കൊരു ലിസണിങ് സ്കില്ല് നന്നായിട്ടുണ്ട്. ഒരാൾ തൻ്റെ അടുത്ത് വന്നിട്ട് അവരോട് സന്തോഷം പറയാണെന്നുണ്ടെങ്കിലും സങ്കടം പറയാണെന്നുണ്ടെങ്കിലും വളരെ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് അത് കേൾക്കാനുള്ളൊരു മനസ്സ്, വളരെ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള മൈൻഡൊക്കെ ഈ മെച്യൂരിറ്റി ഉള്ളവർക്ക് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ബാക്കിയുള്ളവരാണെങ്കിൽ പോട്ടെ, എൻ്റെ വിഷയമല്ലല്ലോ, അവൻ്റെ വിഷയമല്ല, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ കേൾക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലീവ് ഇറ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലുള്ളവരായിരിക്കില്ല മെച്യൂരിറ്റി ഉള്ളവർ. അവർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. സൊല്യൂഷൻ അവർക്ക് പറയാൻ പറ്റുന്ന, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് അവർ ചെയ്തു കൊടുക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ നല്ലോണം പ്രൈവസിയെ, നമ്മുടെ സ്വകാര്യതയെ നല്ലോണം മാനിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ളവർ ഏറ്റവും ബെസ്റ്റ് ചങ്കൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, ഈ ചങ്കിൻ്റെ അടുത്തായിരിക്കും നമ്മളെല്ലാ സീക്രട്ടും പോയി പറയുന്നുണ്ടായിരിക്കുക. നേരെ മറിച്ച് ഒരു ദിവസം ഇത് തെറ്റി പിരിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം പോയിട്ട് വേറൊരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അവരുടെ ഒരു
പ്രൈവസിയെ നമ്മൾ ഒരിക്കലും ബഹുമാനിക്കാത്ത പോലെ ആയിരിക്കില്ലേ. അപ്പോൾ ചില മെച്യൂരിറ്റി ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ സ്വകാര്യതയൊക്കെ മാനിക്കുന്ന വ്യക്തികളായിരിക്കും. എന്തൊക്കെ എവിടെയൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാലും അവരുടെ പ്രൈവസി ഒരിക്കലും അവർ ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി പറയുന്ന കൂട്ടത്തിലായിരിക്കില്ല. അതുപോലെ തന്നെ ബന്ധങ്ങൾ നന്നായിട്ട് കീപ്പ് ചെയ്യാനും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാനും മെച്യൂരിറ്റി ഉള്ളവർക്ക് നല്ല ഒരു സ്കില്ലുണ്ടായിരിക്കും, നല്ല താല്പര്യം ഉണ്ടായിരിക്കും. അതിന് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, നാട്ടിലുള്ളവരായിക്കോട്ടെ, അത് കുറേ റിലേഷൻസ് ഉണ്ടായിരിക്കും. ആ റിലേഷൻ ആ ചെറിയൊരു ഇഷ്യൂ കൊണ്ട് നശിപ്പിക്കേണ്ടി വന്നാൽ പോലും അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും അവർ വരുത്തിക്കില്ല. അവർ മാക്സിമം ലൈഫ് ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്തിട്ട് ആ റിലേഷൻ കൊണ്ടുപോകാൻ അവർ അത്യാവശ്യം നന്നായിട്ട് പ്രയത്നിക്കും. ഒരു ചെറിയ ഇഷ്യൂ വന്നാൽ പോലും പോട്ടപുല്ല് എന്ന് പറഞ്ഞിട്ടൊന്നും അവരൊരിക്കലും ചെയ്യില്ല. ആ ഇഷ്യൂ അവർ സോർട്ട് ഔട്ട് ചെയ്യാനും ആ റിലേഷൻ കീപ്പ് ചെയ്യാനും നന്നായിട്ട് ശ്രദ്ധിക്കുന്നവരായിരിക്കും മെച്യൂരിറ്റി ഉള്ളവർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സിമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെച്യൂരിറ്റി ഉള്ളവരായിരിക്കും. ബാക്കിയുള്ളവരിനെ എത്രയൊക്കെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് പറയാം, ഞാനൊക്കെ മെച്യൂരിറ്റി ഉള്ളവനാണ്, എനിക്ക് സാഹചര്യം വരുമ്പോൾ പ്രകടിപ്പിച്ചാൽ പോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാനായിട്ട് പറ്റും. ഇനി മെച്യൂരിറ്റി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്തരക്കാരാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.